ലഹരി ഉപയോഗത്തിനെതിരെ പാലക്കാട് മുതൽ കശ്മീർ വരെ പുറകോട്ട് ഓടുകയാണ് ഒരു യുവാവ്. പാലക്കാട് അകത്തേത്ര സ്വദേശിയായ അനീഷ് കുമാറാണ് പാലക്കാട് നിന്ന് കശ്മീരിലേക്ക് ബാക്ക്വേർഡ് റൺ നടത്തുന്നത്. ദിവസവും 40 കിലോമീറ്ററോളം അനീഷ് ഓടും. 3200 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം കശ്മീരിലെത്താൻ. അരുൺ ആലത്തൂർ തിരക്കിയ ആ റിപ്പോർട്ട് കാണാം. നമ്മുടെ നാടിനെ അനുദിനം വിഴുങ്ങുന്ന ഒരു വിപത്താണ് ലഹരി. നമുക്കറിയാം, ഓരോ ദിവസവും വലിയ രീതിയിൽ കഞ്ചാവും MDMA പോലുള്ള മാരക മയക്കുമരുന്നുകൾ നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പിടികൂടുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് ഒരു യുവാവ് ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്തുകയാണ്. ബാക്കിലോട്ട് പാലക്കാട് നിന്നും കശ്മീർ വരെ പുറകോട്ട് ഓടിക്കൊണ്ടാണ് ഈ യുവാവ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്നത്. പാലക്കാട് ആണ്ടിമഠം സ്വദേശിയായിട്ടുള്ള അനീഷ് കുമാർ അല്ലേ, എങ്ങനെയാണ് ഈ ഒരു ബാക്കിലോട്ടുള്ള ഓട്ടം, അതെങ്ങനെയാണ് ചെയ്യാനുള്ള കാരണം? ഇത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രഗ്സ് കാരണം കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ ഒട്ടാൾ നിറയെ പ്രോബ്ലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡ്രഗ് ഫ്രീ ഇന്ത്യ ആയിട്ട് ഉണ്ടാകണം എന്ന് എനിക്കൊരു ആഗ്രഹം. അപ്പോൾ ഇത് എൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് മാത്രമല്ല, ഇതിൽ കൂടെ ആരെങ്കിലും ഒരാൾ മാറിയാൽ പോലും എനിക്കത് വലിയ സന്തോഷമാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം പലതരത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പുറകിലോട്ട് ഓടുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? ആക്ച്വലി ഫോർവേഡ് നിറയെ പേര് ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീർ തൊട്ട് കന്യാകുമാരി തൊട്ട് ജമ്മു കാശ്മീർ ഓടിയവരുണ്ട് ഫോർവേഡ്. ബാക്ക്വേർഡ് ആയിട്ട് ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് അത് ഒരു യൂണിക്കായിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഡ്രഗ് ഫ്രീ ആയിട്ടുണ്ടാവണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഇത് ചെയ്തത് തന്നെയാണ്. സ്പോർട്സിൽ മുൻപേ ഉള്ളതാണ്, ആദ്യമായിട്ടാണ് അത് ഇങ്ങനെ ചെയ്യുന്നത്? അല്ല, ഇതിൻ്റെ പരിശ്രമം എനിക്ക് ഒരുപാട് ഒരു 5 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 5 വർഷമായിട്ട് ഇത്തരത്തിൽ ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു? പ്ലാൻ ഉണ്ടായിരുന്നു. 5 വർഷമായിട്ട് ഇതിൻ്റെ പ്രാക്ടീസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സ്പോർട്സിൽ എന്താണ്, ഓട്ടത്തിൽ തന്നെയാണോ അതോ? ഞാൻ ഹഡിൽസ് 400 ആണ്. എന്താണ് പഠിക്കുകയാണ്, എന്ത് ചെയ്യാണ്? അല്ല, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ സ്കൂൾസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതോ സ്കൂൾസ് കാലം മുതലേ സ്പോർട്സിലൊക്കെ ഉണ്ടായി? എൻ്റെ 6th സ്റ്റാൻഡേർഡ് തൊട്ട് ഞാൻ ഇപ്പോൾ വരെ സ്പോർട്സിലുള്ളതാണ്. എങ്ങനെയാണ് വീട്ടുകാരുടെയും മറ്റൊക്കെ പിന്തുണ ഇതിൽ? കാരണം ഇത്രയും ദൂരം ഓടണം, അപ്പോൾ അവർക്കൊരാശങ്ക ഉണ്ടാവുമല്ലോ. ഫസ്റ്റ് വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഇത്ര ദൂരം ഇത്ര ദിവസമൊക്കെ ആകും പറഞ്ഞപ്പോൾ അവർ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ കൺവിൻസ് ചെയ്ത് പിന്നെ അവർ ഓക്കെ ആയി. എങ്ങനെയാണ് ഇത് ഷെഡ്യൂൾ ചെയ്തിരിക്കണേ, എപ്പോൾ എത്താം, അങ്ങനെ വല്ല ഇതുണ്ടോ? നമുക്ക് ഇവിടെ നിന്ന് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു 120 ദിവസമാണ്. ഓൾമോസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഒരു ദിവസം 35 to 40 കിലോമീറ്ററാണ് ബാക്ക്വേർഡ് കവർ ചെയ്യുക പറഞ്ഞിട്ടിരിക്കുന്നത്. ഏത് ദിവസം കശ്മീരിൽ എത്തണം എന്നാണ് കണക്ക്? ആക്ച്വലി 120 ദിവസം എടുക്കും. ഇവിടെ നിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ ഓൾമോസ്റ്റ് 120 days ആവും അവിടെ എത്താൻ. ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യും, അങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ? നമുക്ക് ഇവിടെ നിന്ന് ബാക്ക്വേർഡ് മാക്സിമം 40 കിലോമീറ്റർ കവർ ചെയ്തിട്ട് അന്ന് അവിടെ 40 കിലോമീറ്റർ എന്നിട്ട് റെസ്റ്റ് എടുക്കും അവിടെ. ഏതായാലും ലഹരിക്കെതിരെയുള്ള പോരാട്ടം അത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അല്ലേ? എല്ലാവരിലേക്കും എത്തണം ഇത്, അതാണ് എൻ്റെ നേട്ടം എന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഏതായാലും ലഹരിക്കെതിരെയാണ് ആ യുവാവ് ഇത്തരത്തിലൊരു പോരാട്ടം നടത്തുന്നത്. എല്ലാവരും മുന്നിലോട്ടൊക്കെ ഓടുന്ന ആളുകളുണ്ട്, പക്ഷെ പുറകിലോട്ട് ഓടുക എന്നുള്ളതാണ് യുവാവ് ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. 120 ദിവസം കൊണ്ട് പാലക്കാട് നിന്നും കാശ്മീരിലെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.